നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് CMD ആയിരുന്ന ഡോക്ടർ CJ റോയിയുടെ മരണം തന്നെയാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഒരാളുടെ മരണം പോലും ചർച്ച ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൊല്ലുന്നു മാധ്യമങ്ങൾ എന്നുള്ള ചില ഭാഗങ്ങളിൽ നിന്നും ചില കമന്റുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസാരിച്ചത്. എന്നാൽ നാട്ടിൽ ചെറുതും വലുതുമായ സംഭവങ്ങൾ നടക്കുമ്പോൾ യഥാസമയം ശരിയായ വാർത്തകൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്, പ്രഖ്യാപിത ധർമ്മം തന്നെയാണ്. ഇവിടെ ഡോക്ടർ CJ റോയ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സുകാരൻ്റെ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിൽ തന്നെയാണ് അദ്ദേഹം ആകാശം മുട്ടെ വളർന്ന് വലുതായത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതിന് പിറകിൽ, അല്ലെങ്കിൽ ഈ വിജയത്തിന് പിറകിൽ 10 പൈസയുടെ യാതൊരു തരത്തിലുള്ള ബാധ്യതയും തനിക്കുണ്ടായിരുന്നില്ല എന്നാണ് റോയി എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. അതായത് സീറോ ഡിബറ്റ് ബിസിനസ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. 10 പൈസയുടെ കടമില്ലാതെ ഒരു മനുഷ്യൻ സ്വന്തമായി അധ്വാനിച്ച് വിജയങ്ങൾ കൈവരിക്കുമ്പോൾ അത് വലിയ വിജയം തന്നെയാണ്, നേട്ടം തന്നെയാണ്, ഉദ്ഘോഷിക്കപ്പെടേണ്ട വിജയം തന്നെയാണ്. എന്നാൽ ജോയിയുടെ വിജയത്തിന് പിന്നിൽ 10 പൈസയുടെ കടം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് തീർത്തും പൊള്ളത്തരം തന്നെയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ജോയിയുടെ ആത്മഹത്യാ കുറിപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന റോയിയുടെ ഈ ഡയറി കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതാണ്ട് 20 പേജോളം വരുന്ന ഡയറി കുറിപ്പിൽ 9 പേജിൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും മരണത്തെ തുടർന്ന് തന്റെ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ കമ്പനിക്ക് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ എങ്ങനെ തീർക്കണം, അതിന് ഏതൊക്കെ പ്രോപ്പർട്ടി വിൽക്കണം, ആരൊക്കെ ഒരുമിച്ച് നിൽക്കണം, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ ഈ 9 പേജുകളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനയുള്ളപ്പോൾ അദ്ദേഹത്തിന് കടബാധ്യതയുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് തീർത്താൽ തീരാത്ത രീതിയിലുള്ള കടബാധ്യതയായിരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. അതായത് കോടികൾ വിലമതിക്കുന്ന റോൾസ് റോയ്സ് കാറുകൾ അടക്കം ലോകത്തിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഉയർന്ന ബ്രാൻഡിലുള്ള കാറുകളുടെ മോഡലും സ്വന്തമാക്കിയ റോയി വിവിധ വിദേശ രാജ്യങ്ങളിലായി വലിയ വലിയ കൂറ്റൻ ബംഗ്ലാവുകൾ, ആഡംബര ബംഗ്ലാവുകൾ പടുത്തുയർത്തിയിരിക്കുന്ന റോയി, സ്വന്തമായി വിമാനം വാങ്ങിയിരിക്കുന്ന റോയി, 10 പൈസയുടെ കടമില്ലാതെ ബാധ്യതയില്ലാതെയാണ് ലോകം മുഴുവൻ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നുള്ള പൊള്ളയായ ആ ഒരു ബലൂൺ പൊട്ടി പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, തന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി അദ്ദേഹം മറ്റേതോ വിധത്തിലുള്ള നിയമരഹിതമായ ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം അനുമാനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ പോകുന്നത്. അതായത് രാജ്യവിരുദ്ധമായ ഏതെങ്കിലും ശക്തികളുടെ പിൻബലത്തിലാണോ അദ്ദേഹം പിന്നീട് ഫണ്ട് സ്വരൂപിച്ചത് എന്നുള്ള ഒരു വിവരം തന്നെയാണ്, ഒരു സൂചന തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നത്. രാജ്യവിരുദ്ധമായ ശക്തികളിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കുന്ന രീതിയാണ് ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഉള്ളത് എന്നുള്ള ഒരു അറിവ് കൂടി പുറത്തു വരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്ത്യയും ദുബായും UAEയും തമ്മിൽ പുതുക്കിയ ഒരു വ്യാപാര കരാർ വന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണങ്ങൾ ദുബായിലെ സംരംഭത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ രീതിയിൽ തന്നെയാണ് ദുബായും ഇന്ത്യയും തമ്മിൽ, അതായത് UAEയും ഇന്ത്യയും തമ്മിൽ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ കരാർ. ഈ കരാർ പ്രകാരം ആരൊക്കെയാണോ, ഏതൊക്കെ ബിസിനസ് സംരംഭകരാണോ, വ്യവസായികളാണോ ദുബായിൽ കള്ളപ്പണം ഇറക്കിയിരിക്കുന്നത് അവർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ അവർക്ക് അധികാരം നൽകുന്ന, അതായത് UAE സർക്കാരിന് അധികാരം നൽകുന്ന തരത്തിലുള്ള കരാറാണ് ഇന്ത്യയും UAEയും തമ്മിൽ നിലവിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റോയിയെ പോലെ കള്ളപ്പണ ഇടപാടുകൾ ആരെങ്കിലും ദുബായിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, റോയിയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തനിക്ക് വിനയാകും എന്നുള്ളത് റോയി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് റോയിയെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ഭീഷണി ഏത് നിമിഷവും, അല്ലെങ്കിൽ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ഭീഷണി റോയി എപ്പോഴും നേരിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലുകളിൽ ഒരു നിലയിലുള്ള എല്ലാ മുറികളും അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നത്, തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ താമസിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 15ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ ഹോട്ടലിൽ താമസിച്ചാലും ആ ഹോട്ടലിൽ താൻ താമസിക്കുന്ന നിലയിലുള്ള എല്ലാ മുറികളും അദ്ദേഹം വാടക കൊടുത്ത് എടുക്കുമായിരുന്നു. ആ മുറികളിൽ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുമായിരുന്നു. ഒരു ലിഫ്റ്റ് എക്സ്ക്ലൂസീവായി തനിക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഒരു ഭീഷണി അദ്ദേഹം നേരിട്ടിരുന്നു. അതാരാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഭീഷണിയെ തനിക്ക് പണം കൊണ്ട് നേരിടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരം പണം കൊണ്ട് നേരിടാൻ സാധിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭീഷണിയെ അതിജീവിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് റോയി സ്വയം ആത്മഹത്യ. അത്തരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭീഷണി അതിജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് റോയി സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. അതെന്ത് തന്നെയായാലും ദുബായി കേന്ദ്രീകരിച്ച് നടക്കുന്ന പല ബിസിനസ്സുകളിലും UAE സർക്കാർ തന്നെ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെയും മറ്റ് നിരവധി ഇടങ്ങളിലെയും രാഷ്ട്രീയ പ്രമുഖരടക്കം ഉള്ള ആളുകൾ നിരന്തരം ദുബായ് സന്ദർശിക്കുന്നതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് ദുബായ് കേന്ദ്രീകരിച്ച് എത്ര വേണമെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീട് NRI അക്കൗണ്ട് വഴി ആ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്നാൽ റോയി ദുബായ് കേന്ദ്രീകരിച്ച് അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖരായ മിക്കവാറും എല്ലാ സിനിമാ താരങ്ങളെയും ഉൾപ്പെടുത്തി ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ ബ്രാൻഡ് ദുബായിൽ വികസിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് റോയി അത്തരത്തിലുള്ള ഒരു പാർട്ടി നടത്തിയിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ റോയിയുടെ മരണത്തിൽ അനുശോചിക്കുവാൻ എത്തിയ സിനിമാ താരങ്ങൾ തുലോം വിരളമായിരുന്നു. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറയേണ്ടതായി വരും. മലയാളത്തിന്റെ സിനിമാ പ്രവർത്തന മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് മാത്രമാണ് റോയിയുടെ സംസ്കാര ചടങ്ങുകളിൽ അനുശോചനം അറിയിച്ചെത്തിയത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് റോയിയുടെ മരണാനന്തര ചടങ്ങുകളിൽ അനുശോചനത്തിന് എത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ തിരക്കായിരിക്കും, സ്ഥലത്തില്ലായിരിക്കും എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. എന്നാൽ മലയാളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരിൽ ഉൾപ്പെടെ, അതായത് പ്രമുഖരായ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾക്ക് തന്നെയാണ് പുറത്ത് വരുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ പ്രിവിലേജ് ഉപയോഗിച്ച്, ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റോയി അനധികൃതമായി പല ഇടപാടുകളും നടത്തിയിരുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. ഇതും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റോയിക്ക് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഭീഷണിയെ തന്റെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞതിനാൽ തന്നെയാണ് ബാധ്യതകൾ തീർക്കാൻ തനിക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ താൻ കെട്ടി ഉയർത്തിയ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അജ്ഞാത കേന്ദ്രത്തിലെ ഭീഷണി തനിക്ക് നേരിടാൻ സാധിക്കില്ല, തനിക്ക് അത് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ള ഒറ്റ അറിവ് കൊണ്ട് തന്നെയാണ് റോയി തന്റെ നെഞ്ചിലേക്ക് സ്വയം നിറയൊഴിച്ച് മരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് റോയിയുടെ ക്യാബിനിൽ ഇരുന്നാൽ റോയിയുടെ ഓഫീസിന് പുറത്തും അകത്തും നടക്കുന്ന, മുക്കിലും മൂലയിലും നടക്കുന്ന ഓരോരോ ദൃശ്യങ്ങൾ റോയിക്ക് കാണാൻ സാധിക്കുമായിരുന്ന തരത്തിലായിരുന്നു റോയിയുടെ ക്യാബിനിൽ CCTV ദൃശ്യങ്ങൾ സ്ഥാപിച്ചിരുന്നത്. അഥവാ റോയിയുടെ ഓഫീസിന്റെ പുറത്തോ അകത്തോ ഏതെങ്കിലും മൂലയിൽ ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ അത് തനിക്ക് കാണത്തക്ക രീതിയിൽ, ഓഫീസിൽ ഇരുന്ന് കാണത്തക്ക രീതിയിൽ CCTV പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ റോയി ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഓഫീസിലെ നിരവധി ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല, CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന് പുറകിലുണ്ടായിരിക്കുന്ന നീക്കം എന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അത് നിഗൂഢം തന്നെയാണ്. തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ തനിക്ക് തന്റെ ക്യാബിനിൽ നിന്ന് കാണുവാൻ വേണ്ടി റോയി CCTV ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും മറ്റൊരു ദുരൂഹതയുണ്ട്. റോയി ആരെയൊക്കെയോ എവിടെയൊക്കെയോ ഭയക്കുന്നു. ആരെങ്കിലും തന്റെ ഓഫീസിന് പരിസരത്തെത്തിയാൽ തനിക്ക് അത് കാണുന്നതിനുള്ള കൃത്യമായ സൂചനകൾ നൽകുന്നതിനുള്ള CCTV റോയി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റോയിയുടെ ഓഫീസിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയാൻ ഈ CCTV ദൃശ്യങ്ങൾ നിശ്ചലമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അത് ദുരൂഹം തന്നെയാണ്. റോയിയുടെ ക്യാബിനിൽ റോയി മരിക്കുന്ന ദിവസം എന്താണ് നടന്നത് എന്നുള്ളത് ഇനിയും അറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കർണാടക CID റോയിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു.
വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് റോയി വെടിവെച്ചിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു. എങ്കിലും ഫോറൻസിക് റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വന്നാലേ, ബാലിസ്റ്റിക് റിപ്പോർട്ടുകൾ പുറത്തു വന്നാലേ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റോയിയുടെ മരണസമയത്ത് ക്യാബിനിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് റോയിക്ക് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഭീഷണിയെ അതിജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം മരണം സ്വയം വരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇത് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ബാധ്യതകളെ കുറിച്ചാണ്. ആ ബാധ്യതകൾ എങ്ങനെ തീർക്കണം, ഓഫീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ബിസിനസ് എങ്ങനെ വിപുലീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർത്തും താൻ ഇനി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നാൽ ശരിയാവില്ല, തനിക്ക് അതിന് സാധ്യമല്ല, തന്നെ ആരെങ്കിലും വകവരുത്തും എന്നുള്ളൊരു ഭീഷണി റോയിക്ക് ഉണ്ടായി കാണണം എന്ന് വേണം മനസ്സിലാക്കാൻ, എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും റോയിയുടെ ആത്മഹത്യക്കുറിപ്പായി ഡയറി കുറിപ്പുകൾ പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. മരണത്തിന് തൊട്ട് മുൻപ് എഴുതി വെച്ചതാണെങ്കിൽ മാത്രമേ ആത്മഹത്യക്കുറിപ്പായി, മരണക്കുറിപ്പായി അതിന് കണക്കിലെടുക്കാൻ സാധിക്കൂ എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, റോയിയുടെ ക്യാബിനിൽ നിന്നല്ല ഡയറി കണ്ടെത്തിയിരിക്കുന്നത്, ഓഫീസിലെ മറ്റെവിടെ നിന്നാണ് ഈ ഡയറി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മരണക്കുറിപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ കുറിപ്പിലും എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ, റോയിക്ക് കൃത്യമായ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ഭീഷണി അതിജീവിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് റോയി ആത്മഹത്യ ചെയ്തത്. അവിടെ തനിക്കുള്ള ബാധ്യതകളും വിഷയമായിരുന്നു എന്ന് പറയുമ്പോൾ, ലോകം മുട്ടെ വളർന്ന കേരളത്തിലെ ഒരു കോടീശ്വരന്റെ പതനം തന്നെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഊതി വീർപ്പിച്ച ബലൂണായിരുന്നോ റോയിയുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. അത് ഇനിയും അന്വേഷണത്തിലൂടെ പുറത്തു വരും. അതുവരെ നമുക്കും കാത്തിരിക്കാം.